സങ്കീർത്തനം 34-10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ എല്ലാം പുതുതാക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്നാണ് പലരും പറയുന്നത്. രോഗങ്ങളുടെ പെരുകലും എവിടെയും വർദ്ധിച്ചു വരുന്ന ആത്മീയ ജീർണതയും നമ്മുടെയൊക്കെ മനസ്സ് ഇടിച്ചു കളയുന്നില്ലേ? ഒരിടത്തും സമാധാനമില്ല, പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പലപ്പോഴും ഇടിഞ്ഞു പോകുന്നില്ലേ? എന്നാൽ ചുറ്റുമുള്ള സാഹചര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. സാഹചര്യങ്ങൾക്ക് അതീതനായ ദൈവമാണ് നമ്മെ നയിക്കേണ്ടത്. പഴയ നിയമത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇസ്രായേലിലെ നവജാതരായ ആൺസന്തതികളെയെല്ലാം വധിക്കാൻ ഉത്തരവിട്ട അതേ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ ഇസ്രായേൽ ബാലനായ മോശയെ വളർത്തിയ ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ? ക്ഷാമത്തിൻ്റെ നാളുകളിൽ ഏലിയാ പ്രവാചകന് കാക്കകൾ വഴി അപ്പം എത്തിച്ചു കൊടുത്ത അതേ കർത്താവാണ് നമ്മുടെ ദൈവം. സിംഹക്കുഴിയിൽ വിശന്നിരിക്കുന്ന ദാനിയേലിന് ഹബക്കൂക്ക് പ്രവാചകൻ വഴി ഭക്ഷണം എത്തിച്ചു കൊടുത്ത ദൈവത്തെ നാം മറന്നുപോയോ? പഴയ നിയമത്തിലെ ജോസഫിന് സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടപ്പോൾ എന്താണ് പ്രതീക്ഷിക്കാനുണ്ടായിരുന്നത്? അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും ചെയ്യാത്ത തെറ്റിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും അവൻ നിരാശനായി തീരേണ്ടതായിരുന്നു. എന്നാൽ ദൈവത്തിലുള്ള പ്രത്യാശ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിൽ അവനെ പ്രത്യാശഭരിതനാക്കി മാറ്റിയപ്പോൾ കാരാഗ്രഹത്തിൽ നിന്നും ഈജിപ്തിലെ ഭരണാധികാരിയാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് സാധിച്ചു. ഏത് സാഹചര്യത്തിലും നമ്മെ പോറ്റി വളർത്തുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ലോകം എങ്ങനെയുമായിക്കൊള്ളട്ടെ, നാം കർത്താവിനോടൊപ്പമായിരിക്കാം. സമർപ്പിതരായ നമുക്ക് ഈ നോമ്പുകാലത്തിൽ ലോകം ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് പച്ചയായ പുൽത്തകടികളിൽ നമ്മെ നയിക്കുന്ന, പ്രശാന്തമായ ജലാശയത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ ദൈവത്തിൽ നമുക്ക് കണ്ണു നട്ട് പ്രത്യാശയുള്ളവരാകാം. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-11 പറയുന്നു, അവിടുന്ന് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. അവിടുന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും.